ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതിന് ഒരു പഴം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യോ ഓയിലോ മറ്റോ ഒഴിച്ചു കൊടുക്കുക. ഇനി നേരത്തെ കട്ട് ചെയ്ത പഴം ഇട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പഴമെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗം കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ പാനിൽ നിന്ന് ഓരോന്നായിട്ട് മാറ്റാം. അപ്പോൾ ഇതാ എല്ലാം പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് ഒരക്കപ്പ് അളവിൽ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു സമയത്ത് എന്തെങ്കിലും നട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിന് ഒരു ടേബിൾ സ്പൂൺ മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ചളവിൽ ഏലക്കപ്പൊടിയും പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പളവിൽ പാലും ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പഴം വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിതാ ഇവിടെ റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റായൊരു സ്നാക്സാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. വളരെ ടേസ്റ്റിയായൊരു സ്നാക്സാണ് കേട്ടോ ഇത്.